വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു ഡൽഹിയിൽ. അതിലേക്ക് കമ്മിറ്റഡ് ലയബിലിറ്റി അതിൻ്റെ ക്യാഷ് ഗ്രാൻഡ് അത് ലഭ്യമാക്കണം. അതുകൂടാതെ എയിംസ് കേരളത്തിന് ലഭ്യമാക്കണം എന്നുള്ള നിരന്തരമായിട്ടുള്ള അനേക വർഷങ്ങളുടെ ആവശ്യമുണ്ട്. അത് നമുക്ക് ലഭിക്കണം. ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അറിയുന്നത് പോലെ ഇതേ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ മിനിസ്ട്രി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ JP നദ്ദ അദ്ദേഹം ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ വന്നിരുന്നു. നിങ്ങളെല്ലാവരെയും ഇവിടെ കേരള ഹൗസിൽ വെച്ച് ഇതുപോലെ തന്നെ കാണുകയുണ്ടായി. അന്നും ഇതേ ആവശ്യങ്ങൾ തന്നെ ഞാൻ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം എൻ്റെ ഒരു കാര്യം കൂടി ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പിന്തുണ കൂടി ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും റെപ്രസെൻറ്റേഷൻ നൽകുന്നതിനുമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണും, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഒരു സമയം ഉള്ളപ്പോൾ, ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കൂടി അനുസരിച്ച് വീണ്ടും വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ക്യൂബയുടെ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ ഡൽഹിയിൽ എത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യൂബ സന്ദർശിച്ചപ്പോൾ ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു, രാജീവ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സന്ദർശനത്തിൻ്റെ ഫലമായി ആരോഗ്യ മേഖലയിൽ 4 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. അതിലൊന്ന് ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലങ് ക്യാൻസറും ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. മലബാർ ക്യാൻസർ സെൻ്ററുമായിട്ടാണ് ക്യൂബയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചർച്ചകൾ നടത്തുന്നത്. മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ സതീഷിനാണ് ആ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ട് ഉള്ളത്. അതുകൂടാതെ അൽഷൈമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്യൂബ വളരെ മികച്ച നിലയിലുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ മേഖലയിലെ ഗവേഷണത്തിനും ഒരു ഉപസമിതി രൂപീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ ഡയബറ്റിക് ഫുഡ് അതിന് ക്യൂബയുമായിട്ട് പ്രത്യേകമായിട്ട് ഇതേപോലെ തന്നെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡെങ്കി വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി ഡോക്ടർ ശ്രീകുമാറാണ് അതിൻ്റെ ചെയർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ടീം. അങ്ങനെ 4 സബ് കമ്മിറ്റികളാണ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് 4 വിഷയങ്ങളിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വളരെ ചർച്ചകൾ നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തമ്മിലാണല്ലോ. അപ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് ക്യൂബയിൽ നിന്ന് നമുക്ക് ആ ഒരു ഗവേഷണത്തിൻ്റെ ഫലം നമ്മൾക്ക് കൂടി കൈമാറി അത് നമ്മൾ കൂടി ആ ഗവേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം ക്യൂബൻ ഡെലിഗേഷനുമായിട്ട് ചർച്ചയുണ്ട്. അപ്പോൾ അത് വലിയ ആരോഗ്യ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം സാധ്യമാക്കുന്ന ഗവേഷണത്തിലൂടെ, ഇപ്പോൾ ലങ് ക്യാൻസർ വാക്സിനൊക്കെ ക്യൂബയുടെ ഉപരോധം നിലനിൽക്കുമ്പോഴും USA അമേരിക്കൻ ഐക്യനാടുകൾ ക്യൂബയിൽ നിന്ന് ഈ ലങ് ക്യാൻസർ വാക്സിൻ അവരുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ചർച്ച കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് അദ്ദേഹത്തെ കണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നേരത്തെ ഞാൻ അദ്ദേഹത്തോട് ചർച്ച നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുമെന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ ആശാ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇത് ആശാ കേന്ദ്ര സ്കീമാണ്. 2005-2006 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആശാ സ്കീം കേന്ദ്രം തുടങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇറക്കിയ ആ ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അതിൽ പ്രത്യേകമായിട്ട് വുമൺ വോളണ്ടിയർ എന്നാണ് പറയുന്നത്. സ്ത്രീ സന്നദ്ധ പ്രവർത്തക ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈഡ് ലൈനിൽ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് അഭ്യർത്ഥന റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അത് അദ്ദേഹത്തിന് ഇന്ന് സാധ്യമാണെങ്കിൽ അദ്ദേഹം തരും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ദിവസം. എന്തായാലും ഈ 2 വിഷയങ്ങളാണ്. രണ്ടാമത്തത് ക്യൂബൻ ഡെലിഗേഷനുമായിട്ടുള്ള ചർച്ചയാണ്. അത് വൈകുന്നേരം ഉണ്ടാവും. ഇല്ല, ഞാൻ ഇന്ന് തിരിച്ചു പോകും. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ ഇന്ന് തിരക്കുള്ള സമയം കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദിവസം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ആവർത്തിച്ചത് ഇവരുടെ അനുഭവപൂർവമായ ഒരു സമീപനം ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ ഉന്നതതല സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് ഉന്നതതല സമിതി? മന്ത്രാലയത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ല. അപ്പൊ അത് വളരെ വ്യക്തമാണല്ലോ. അതായത് ഇത് കേന്ദ്ര സ്കീമാണ്, കേന്ദ്രമാണ് അതിന്റെ ഇൻസെന്റീവ് ഉയർത്തേണ്ടത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ ഞാൻ നടത്തിയ കൂടിക്കാഴ്ചയിലും അജണ്ടയിൽ ഒന്നാമത്തെ ഇനം ഇതായിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ അതേ ഓഫീസേഴ്സിനോട് ചോദിച്ചു എന്താണ് ഇതിന്റെ സ്ഥിതി എന്ന് പറഞ്ഞപ്പോൾ ഓഫീസേഴ്സ് പറഞ്ഞു ഇൻസെന്റീവ്സ് ഈ സ്കീം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഒരിക്കൽ പോലും കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡെഫിനറ്റ്ലി വി വിൽ ഇന്റർവീൻ ആൻഡ് വിൽ ടേക്ക് എ പോസിറ്റീവ് സ്റ്റെപ്പ് ഫോർവേഡ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ പോസിറ്റീവായിട്ടാണ് ആ ചർച്ചയിലും അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ മീഡിയയോട് പറഞ്ഞപ്പോഴും അന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ നിലയിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് 2 രീതിയിലുള്ള വാർത്തകളും കാണുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച് കേന്ദ്രം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ചർച്ചയ്ക്കുള്ളിൽ നടന്നതോ? ഞാൻ വളരെ വിശദമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതായത് വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചയുടെ ഫലമായി ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം. ഇന്നിപ്പോൾ നിരാഹാര സമരമൊക്കെ തുടങ്ങുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് അഭ്യർത്ഥിച്ചു. പക്ഷേ അത് അംഗീകരിച്ചില്ല. അപ്പോൾ പരാജയപ്പെട്ടു. മുപ്പത്തെട്ട് ദിവസം കാത്തിരുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട ജെ പി നന്ദ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ വന്നിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ തന്നെ ചാനലുകളിലൊന്ന് പരതിയാൽ മതിയാകും, നിങ്ങളുടെ ആർക്കൈവ്സ് ഒന്ന് പരതിയാൽ മതിയാകും. ഞാൻ ഡൽഹിയിൽ വന്ന് ഇവിടെ കേരള ഹൗസിൽ വന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കണ്ടു വന്നതിന് ശേഷം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആശമാരുടെ പ്രശ്നം ഞാൻ ഉന്നയിച്ചു. ഇനി അതല്ല, ഒരു വിവരാവകാശ പ്രകാരം ചോദിച്ചാലും മനസ്സിലാവും. അന്ന് ചർച്ച ചെയ്ത അജണ്ടയിൽ ഒന്നാമത്തെ ഇനമായിട്ട് ആശമാരുടെ വിഷയം എടുത്തു. ആ വിഷയം ചർച്ച ചെയ്തു. ആ അജണ്ടയിൽ അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉന്നയിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. എയിംസിന്റെ കാര്യം ഉയർത്തും, മലബാർ ക്യാൻസർ സെന്ററിനായി ക്യൂബൻ സഹായം, അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. ആശമാരുടെ വിഷയം കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത്.